തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സാധനം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു അതെനിക്ക് തിരിച്ചു കിട്ടാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല അക്സെപ്റ്റൻസും കിട്ടാറുണ്ട്. എവിടെ പോയാലും 1000 ആൾക്കാരുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒരു ഫെയിമായി കിട്ടാറുണ്ട് എനിക്ക്. പക്ഷെ അപ്പോഴും ചില ആളുകൾ നിങ്ങളുടെ സംഘടന ഉള്ളവർ തന്നെ ട്രാൻസ് വുമൻസ് ഒക്കെ ഭയങ്കര അലമ്പുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കാര്യമില്ലാത്തതിന് തമ്മിൽ തല്ലുന്നു. അതൊക്കെ കണ്ണുകൊണ്ട് കാണുമ്പം റിയയ്ക്ക് എന്തോ അവരോട് പറയാനുള്ളേ? അത് നിങ്ങളെയും കൂടെ ഒരുമാതിരി നെഗറ്റീവിലോട്ട് കൊണ്ടുപോകല്ലേ? ഒരിക്കലും. കാരണം എന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം, എനിക്ക് എങ്ങനെ അക്സെപ്റ്റ് നേടണം എന്ന് എനിക്കറിയാം. അത് ഒരു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയാം, ആ സുഹൃത്തുക്കൾ ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഇപ്പം അടുത്ത് നടന്ന ആ സമരത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. ഞാൻ അപൂർവം 1-2 ആൾക്കാരോട് പേഴ്സണലി എന്നോട് ചോദിച്ചത്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ ചോദിച്ചപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് വന്നു, ആ കേസ് അത് കോടതിയിൽ ചെന്ന് ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കേണ്ട സമയത്ത് അവിടെ പോയി സമരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസ് SIനെ മാറ്റണം എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. അത് അവർ ചെയ്ത തെറ്റ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ അതിലേക്ക് കുറേ അവരുടെ ചിലപ്പം അറിവില്ലായ്മ ആയിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർ കുറേ മുമ്പും കുറേ അനുഭവിച്ച കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ.